ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്നിവിടെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു അടിപൊളി ചിക്കൻ പുലാവിൻ്റെ റെസിപ്പിയാണ് ചെയ്യണത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്കൊരു 4 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ്ക്ക് പകരം ഓയിലെടുത്താലും മതിയാവും. ഇനി അതൊന്ന് മെൽറ്റായി വന്നു കഴിയുമ്പോൾ അതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ഏലക്ക, പട്ട, ഗ്രാമ്പൂ, വലിയ ജീരകം, കുരുമുളക്, ബേ ലീഫ് ഇത്രയും ചേർത്തിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. അതൊന്ന് മൂത്ത് വന്നു കഴിയുമ്പോൾ അതിലേക്ക് ഒരു സവാള നീളത്തിലരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇനി അതൊന്ന് സോഫ്റ്റായി വന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാളയൊക്കെ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 2 പച്ചമുളക് കട്ട് ചെയ്യാതെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്കൊരു തക്കാളി കട്ട് ചെയ്തുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റിൻ്റെ ഒരു പച്ചമണം മാറണ വരെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂണോളം മുളക് പൊടി, 1 ടീസ്പൂണോളം മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണോളം ഗരം മസാല, ഇത്രയും ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മസാലയുടെ ഒക്കെ ഒരു പച്ചക്കുത്ത് മാറണ വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കിലോ ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ മസാലയൊക്കെ ചിക്കനിൽ കോട്ട് ചെയ്ത് വരാൻ പാകത്തിന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കണം. ചിക്കൻ ഒരു 80% വേവിച്ചാൽ മതിയാവും. ഇപ്പോൾ ചിക്കനൊക്കെ ഒന്ന് വെന്ത് അതിലെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഈ ടൈമിൽ 1.5 ടേബിൾ സ്പൂണോളം തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി റൈസും ചിക്കനും കൂടി ഒരുമിച്ചാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി ഞാൻ ഈ മസാല ഒരു വലിയ പാനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഇരട്ടി 4 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ എടുക്കുന്ന അരിയുടെ വേവിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഉപ്പ് നോക്കിയതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. ഞാൻ നല്ലപോലെ കഴുകിയിട്ട് ഒരു 10 മിനിറ്റ് കുതിർത്തെടുത്തിട്ടുള്ള ബസ്മതി റൈസാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 കപ്പ് അരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ റൈസ് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ വെള്ളം ഒന്ന് തിളച്ച് വരണം. വെള്ളം ഒന്ന് തിളച്ച് തുടങ്ങുമ്പോൾ ഇത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അരിയിലെ വെള്ളമൊക്കെ പറ്റി പാകത്തിന് വെന്ത് വരണം. ഇപ്പം നമ്മുടെ റൈസിലെ വെള്ളമൊക്കെ പറ്റി റൈസും ചിക്കനൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മുടെ അടിപൊളി ചിക്കൻ പുലാവ് റെഡി ആയിട്ടുണ്ട്. ഇത് കുറച്ചൊന്ന് തണുത്തതിന് ശേഷമാണ് സെർവ് ചെയ്യണത്. ഇല്ലെങ്കിൽ കുറച്ച് ഒട്ടിപ്പിടിക്കുന്ന ടൈപ്പായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ പുലാവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.